നാടിന്റെ പേരാണ് സിക്കാർ. അവിടെയാണ് സമരിയാക്കാരിയെ യേശു മാനസാന്തരപ്പെടുത്തിയത്. അവൾ പോയി ആ ഗ്രാമത്തിലുള്ള അനേക ആളുകളെ ഈശോയിലേക്ക് കോരിക്കൊണ്ടുവരുവാൻ, ജീവജലത്തിന്റെ ഉറവയിലേക്ക് കോരിക്കൊണ്ടുവരുവാൻ കാരണമായത് എന്താണെന്നറിയാമോ? ഇവിടെ വഴക്കിന് നിൽക്കാത്തതുകൊണ്ട്. നമ്മളായിരിക്കും ശരി, പക്ഷേ കലഹങ്ങൾ നമ്മളുടെ മുഴുവൻ കൃപകൾ നഷ്ടപ്പെടും. നമുക്ക് ഏത് കാലഘട്ടത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ സഭയോടൊത്ത് ചിന്തിക്കുവാനും സഭയുടെ ചേർന്ന് ജീവിക്കുവാനും നമുക്ക് സാധിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. കാരണം മനുഷ്യൻ വളരെ വ്യത്യസ്തനാണ്. ഓരോരുത്തർക്കും ഓരോ ചിന്താഗതികളാണ്, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്. ഓരോരുത്തരും വളർന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും മാതാപിതാക്കൾ, അവരുടെ ജീനിയോളജി, അവരുടെ ജനറ്റിക് സിസ്റ്റം, അവരുടെ DNA, അവരുടെ ഘടന, അവരുടെ എൻവയോൺമെൻറ്റ്, വളർന്ന സാഹചര്യം, ഗുരുക്കന്മാർ, അവരുടെ സഹോദരങ്ങൾ, അവരുടെ ബ്ലഡിൻ്റെ വ്യത്യാസങ്ങൾ, അവരുടെ ഡോപ്പമൈൻ്റെ ലെവൽ, അവരുടെ തൈറോയിഡ്സിൻ്റെ അളവിൻ്റെ വ്യത്യാസം, അവരിലുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ വ്യത്യാസങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ഒരു മാൽ ഫങ്ഷനിങ് ഓഫ് ഗ്ലാൻസ് വരും, മാൽ ഫങ്ഷനിങ് ഓഫ് അവർ ബ്രെയിൻ, മാൽ ഫങ്ഷനിങ് ഓഫ് അവർ ബോഡി. ഇതെല്ലാം നമ്മുടെയൊക്കെ ശരീരത്തെ, സ്വഭാവത്തെ, ചിന്താഗതികളെയൊക്കെ നിയന്ത്രിക്കുക. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ വളർന്ന സാഹചര്യങ്ങൾ, നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ ബയോളജിക്കൽ നേച്ചർ, നമ്മുടെ സൈക്കോളജിക്കൽ നേച്ചർ, നമ്മളുടെ സോഷ്യോളജിക്കൽ നേച്ചർ, ഇതെല്ലാം നമ്മുടെ സ്വഭാവത്തെ, അഭിപ്രായങ്ങളെയൊക്കെ സ്വാധീനിക്കും. അതുകൊണ്ട് വ്യത്യസ്തമായ ചിന്തകളും അഭിപ്രായങ്ങളുമൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എങ്കിലും നമ്മളുടെ അഭിപ്രായങ്ങൾക്ക് വ്യത്യസ്തമായി നമുക്ക് ചിന്തിക്കാൻ, അതിനെ അതിജീവിക്കാൻ ഒരു ദൈവീക സ്പർശനം നമുക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ ഒരു സമൂഹം നിലനിൽക്കുകയുള്ളൂ. സമൂഹത്തിൻ്റെ സുസ്ഥിതിക്ക്, ഒരു സമുദായത്തിൻ്റെ സുസ്ഥിതിക്ക്, ഒരു ദേശത്തിൻ്റെ സുസ്ഥിതിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കാൻ, മറുവശങ്ങൾ കാണാൻ, മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാര്യങ്ങൾ കാണാനുള്ള കഴിവ്, മറ്റുള്ളവരുടെ കണ്ണിലൂടെയും കാര്യങ്ങൾ കാണാനുള്ള കഴിവ്. അതുകൊണ്ട് ഈ സന്ധ്യയിൽ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു സ്വഭാവത്തെക്കുറിച്ച് ധ്യാനിക്കാമെന്ന് കരുതുകയാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഒരുപാട് വഴക്കുകൾ നടക്കുന്ന, കലഹങ്ങൾ നടക്കുന്ന, നമ്മൾ ഒരിക്കലും ഇതൊന്നും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സഭയിൽ ഈ ചേരിതിരിവുകളും വഴക്കുകളും ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് സ്വർഗത്തിൻ്റെ ഇഷ്ടം, എന്താണ് കർത്താവ് ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ദൈവവചനം എന്ന് പറയുന്നു എന്ന് മാത്രമൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ആരാധന പൂർത്തിയാക്കാം. ഇത് പറയുന്നത് എന്തിനാണ്? ഇത് കേട്ടങ്ങ് പോകാനല്ല, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി, നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി, ഈ ദേശത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോകുക എന്നുള്ളത് നമ്മളുടെ ഇടവകയ്ക്കും ഈ ദേശത്തിനുമൊക്കെ ഈ ഒരു ഐക്യത്തിൻ്റെ ദർശനം അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് സ്വർഗരാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ചാലക ശക്തിയാണ് ഈ സമാധാനം എന്ന് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തോടെ ജീവിക്കുക. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് മനസ്സമാധാനത്തോടെ ജീവിക്കുക. കുറച്ച് നാളെ ജീവിക്കുന്നുള്ളെങ്കിലും മനസ്സമാധാനത്തോടെ ജീവിക്കുക. എന്നാൽ അറിയാതെ നമ്മിലുള്ള ചില നെഗറ്റീവ് ചിന്തകൾ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനും, ഭിന്നതകൾ സൃഷ്ടിക്കാനും, നമ്മൾ പടലപ്പിണക്കങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ ശ്രദ്ധിക്കും. കാരണം മാനുഷികമായ ഒരു അവസ്ഥയാണ്. ഈ മാനുഷിക അവസ്ഥയെ അതിജീവിക്കുന്ന ഒരു ദൈവീക ശക്തി നമ്മിൽ വന്ന് നിറയണം. ആഗ്രഹിക്കുന്നൊരു പറ ഹല്ലേലൂയ. വലുതരം വെറുതെ പറ ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, അത് വചനത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവവചനം എന്താണെന്ന് നമ്മളത് മനസ്സിലാക്കുക. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ എന്താണ് ദൈവരാജ്യം എന്ന് ഒരു ഡെഫിനിഷൻ തരുന്നത്. ദൈവരാജ്യം എന്നാൽ എന്താണ്? അതായത് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യത്തിനാണ്: ദൈവരാജ്യം ഭൂമിയിൽ കൊണ്ടുവരിക, ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ എത്തിക്കുക. പലരും പല രാജ്യങ്ങൾ ഈ ഭൂമിയിൽ എത്തിക്കാൻ ശ്രമിച്ചു, സമത്വസുന്ദരമായ പല രാജ്യങ്ങൾ, പക്ഷെ എല്ലാം പരാജയപ്പെട്ടു. എന്നാൽ 2000 വർഷങ്ങൾക്ക് ശേഷവും നിലനിൽക്കുന്ന ഒരു ആത്മീയ ദർശനമാണ് കിങ്ഡം ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ ഭരണം ഭൂമിയിൽ എത്തിക്കുക. അതാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? പാടിക്ക്. ആകാശങ്ങളിലിരിക്കും
പിതാവേ അവിടുത്തെ വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ഇത് നമ്മൾ പാടുന്നത് അവിടുത്തെ രാജ്യം വരണമേ. എല്ലാ നാഴികയ്ക്ക് 40 വട്ടം നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, ദൈവമേ നിന്റെ രാജ്യം ഭൂമിയിൽ ഇറങ്ങണമേ. ഈ സ്വർഗരാജ്യം എന്താണെന്ന് റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഡെഫിനിഷൻ കർത്താവിന്റെ ആത്മാവ് തരുന്നുണ്ട്. കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവരാജ്യം എന്നാൽ ഒറ്റ കാര്യമാണ്, സമാധാനം. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള ആനന്ദം. അതിനകത്ത് നമ്മൾ ഒരു കാര്യം മാത്രം എടുക്കുകയാണെന്ന്, സമാധാനം. കർത്താവ് പറയുകയാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. സഭയിൽ സമാധാനമില്ലെങ്കിൽ, ഒരിടവകയിൽ വഴക്കുണ്ടെങ്കിൽ, കലഹമുണ്ടെങ്കിൽ, എൻ്റെ അർത്ഥം ദൈവരാജ്യം വന്നിട്ടില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യവും അവിടെ നടക്കുന്നില്ല. പ്രിയപ്പെട്ടവർ, നമ്മൾ നമ്മളെ തന്നെ ആത്മശോധന ചെയ്യണം. യഥാർത്ഥത്തിൽ നമ്മൾ സമാധാനപ്രിയരാണോ അതോ നമ്മൾ മുഖത്ത് നീര് വെച്ച് നടക്കുകയാണോ? യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ സമാധാനം ആശംസിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുടെ കൈസുരി കൊടുക്കാൻ, മലങ്കര ക്രമത്തിൽ അങ്ങനെയാണല്ലോ, സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പരസ്പരം കൈസുരി. അന്നേരം നമുക്ക് മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് നമുക്ക് നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ വന്നിട്ടില്ല. പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, തീറ്റയും കുടിയുമല്ല. തീറ്റയും കുടിയും ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ് എന്ന് കരുതുന്നവരുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്, ദൈവരാജ്യം തീറ്റയും കുടിയുമല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് പരിശുദ്ധമായ നീതി, സമാധാനം, ആനന്ദം എന്ന് പറഞ്ഞാൽ, നീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അർഹതപ്പെടാത്തവന് അർഹതപ്പെടാത്തത് കൊടുക്കാനുള്ള കരുണയുടെ പേരാണ് നീതി. ബൈബിളിലെ നീതി അതാ. അർഹതപ്പെടാത്തവന് അർഹതപ്പെടാത്തത് കൊടുക്കാനുള്ള കരുണ. നീ എൻ്റെ സ്നേഹം അർഹിക്കുന്നില്ല, നീ എൻ്റെ സാന്നിധ്യം അർഹിക്കുന്നില്ല, എൻ്റെ പണം അർഹിക്കുന്നില്ല, നീ പോ എന്ന് പറയുന്നിടത്ത് വാ വാ ഇരിക്കുക, കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ കൂടെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ പേരാണ് നീതി. ബൈബിളിലെ നീതി അതാ. 2, സമാധാനം, കലഹമില്ലാത്ത അവസ്ഥ. 3, ആനന്ദം. ആനന്ദം എന്ന് പറയുന്ന അട്ടഹാസമല്ല, ഒരു ചെറു പുഞ്ചിരി എപ്പോഴും ചുണ്ടിൽ സൂക്ഷിക്കുക. ഒരു ചെറു പുഞ്ചിരി, അതാണ് ആനന്ദം. പരിശുദ്ധാത്മാവിലൊരു ആനന്ദം. കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി ഒന്നും സംസാരിക്കാനൊന്നും അറിയത്തില്ല, ഇതിൽ കാണുമ്പോൾ ഒന്ന് നോക്കി നിന്ന് പോകും. ഒരു ചെറിയ ഒരു മുഖത്തൊരു ഐശ്വര്യം. ഹല്ലേലൂയ. ഇഷ്ടമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഈ 3 അടരുകളിൽ ഒന്നിനെ നമ്മൾ ധ്യാനിക്കാം. സഭയിൽ ഇന്ന് ദൈവരാജ്യമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരവസരം കൂടിയാണ്. നമ്മൾ ആത്മശോധന ചെയ്ത് ഈ സമയം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയ്ക്ക് വേണ്ടി, സഭയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവരാജ്യം എന്നാൽ സമാധാനമാണ്. അതുകൊണ്ട് ഹബക്കുക്കിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു പാട്ടുണ്ടല്ലേ, ഹബക്കുക്ക് 1:5. പറഞ്ഞാലാരും, അത് കൊള്ളാം, പാട് യേശു എനിക്ക് പറഞ്ഞു തരിക, അതാണ്. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. വചനം ഒന്ന് വായിച്ചു കേട്ടിട്ട് ഹബക്കുക്ക് 1:5. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഈ വചനം ഒന്ന് ഏറ്റെടുത്ത് എൻ്റെ പ്രിയപ്പെട്ട സഭയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്തൊരു പ്രവൃത്തി എൻ്റെ ദൈവം ചെയ്യും. മനുഷ്യൻ എത്ര മധ്യസ്ഥത ശ്രമിച്ചാലും, മനുഷ്യൻ എത്ര മീറ്റിങ്ങുകൾ നടത്തിയാലും ചായയും വടയും കഴിച്ച് പോകാവുന്നേ ഉള്ളൂ. മനസ്സിൻ്റെ അടിത്തട്ടി കിടക്കുന്ന ഈ കലഹത്തിന്റെ അരൂപി വിട്ടു പോകണമെങ്കിൽ സ്വർഗം ഇറങ്ങി വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരടികളൊന്ന് പാടി പ്രാർത്ഥിച്ചേ. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന്
ദൈവം ചെയ്യാൻ പോകുന്നു. വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. ആമേൻ. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ തുളയ്ക്കപ്പെട്ട കരം നീട്ടണമേ. 4 ദിക്കുകൾ. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ സഭയിൽ സമാധാനം നിറയണമെങ്കിൽ നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം, അസമാധാനത്തിന് കാരണമാകുന്ന, കലഹങ്ങൾക്കും ഭിന്നതകൾക്കും കാരണമാകുന്ന വിത്തുകൾ നാം അറിയാതെ പിശാച് നമ്മുടെ സഭയിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ കൂട്ടായ്മയിൽ വിതയ്ക്കും. നമ്മളറിയില്ല, പക്ഷെ നാം അറിയാതെ ഈ അസമാധാനത്തിന്, കലഹത്തിൻ്റെ, ഭിന്നതയുടെ, വഴക്കിൻ്റെയും വിത്തുകൾ പിശാച് നമ്മളുടെ ഹൃദയത്തിൽ, കൂട്ടായ്മയിൽ, കുടുംബത്തിൽ, സഹോദരങ്ങളുടെ ഇടയിൽ വിതറും. അങ്ങനെ സമാധാന വിത്ത് നശിപ്പിക്കുന്ന ഈ കള, നമ്മുടെ ഉള്ളിൽ സമാധാനത്തിൻ്റെ ഒരു വിത്തുണ്ട്. എല്ലാവരോടും സ്നേഹത്തിൽ കഴിയണം, എല്ലാവരോടും സമാധാനം പറയണം എന്നൊക്കെയുള്ളൊരു ഒരു നന്മയുണ്ട്. പക്ഷെ ഈ നന്മയുടെ വിത്തിനെ ചവിട്ടി മെതിച്ച് വളരുന്നൊരു കള സാത്താൻ വിതയ്ക്കും. എന്തിനാണെന്നറിയാം വിതയ്ക്കുന്നത്? ശ്രദ്ധിച്ചു കേൾക്കണം. സാത്താൻ അറിയാം, ഈ കലഹത്തിന്റെ കള ഒരു പള്ളിയിൽ, ഒരു ഇടവകയിൽ, ഒരു സഭയിൽ വിതച്ചു കഴിഞ്ഞാൽ പിന്നീട് ശ്രദ്ധിക്കണം, പിന്നീട് ദൈവരാജ്യത്തിന്റെ ഒരു പ്രവൃത്തിയും അവിടെ നടക്കില്ല. ഇത് പിശാചിനറിയാം. ഞാനത് ബൈബിളിലെ തെളിവ് സഹിതം നിങ്ങളോട് പറഞ്ഞുതരാം. ദൈവരാജ്യത്തിന്റെ ഒരു പ്രവൃത്തിയും എന്ന് പറഞ്ഞാൽ ഒരു സൗഖ്യം നടക്കില്ല, ഒരു വിടുതൽ നടക്കില്ല, ഒരു ജ്ഞാനം വെളിപ്പെടില്ല, ഒരു വെളിപാടുണ്ടാവില്ല, ഒരു ഭാഷാപരമുണ്ടാകില്ല, ഒരു രോഗശാന്തിപരമുണ്ടാകില്ല, ഒരു വിശുദ്ധീകരണം ഉണ്ടാവില്ല, ഒരു കൂദാശ പരികർമ്മം ചെയ്യാൻ പറ്റില്ല, ഒരു നന്നായ ഒരു പെരുന്നാൾ, ഒരു വിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റില്ല. അതിൽ കൂടെ ദൈവജനത്തിന് കിട്ടാൻ വന്ന കൃപകൾ ബ്ലോക്കാക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ സ്തുതിക്കാൻ പറ്റില്ല, അമ്മയുടെ അപദാനങ്ങൾ പാടുന്ന ഒരു ശുശ്രൂഷ അവിടെ നടത്താൻ പിശാച് അനുവദിക്കില്ല. ഇത് പിശാചിനറിയാം. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകളെ ബ്ലോക്കാക്കാൻ പിശാച് ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ പടി കലഹത്തിന്റെ വിത്തുകൾ വിതറുക. അതോടുകൂടി പിന്നീട് സ്വർഗരാജ്യത്തിന്റെ ഒരു വചന ശുശ്രൂഷ നന്നായിട്ട് നടക്കുകയല്ല. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഈ വഴക്കുള്ള പള്ളിയിൽ, വഴക്കുള്ള സ്ഥലത്ത് സുവിശേഷം പറയുമ്പോഴേ ആളുകള് എതിരായിട്ട് പറയാം, അച്ഛാ ഇതൊക്കെ പോയി ആദ്യമേ അച്ഛന്മാരെ പഠിപ്പിക്കാൻ പറയും. എതിർപ്പിന്റെ അരൂപി വരും. ഹല്ലേലൂയ. വചന ശുശ്രൂഷ ബ്ലോക്കാവും. കുർബാനകൾ പരികർമ്മം ചെയ്യുന്ന പാവനമായ പരിശുദ്ധമായ ബലിപീഠം അശുദ്ധമാക്കപ്പെടും. അവിടെ കലഹമുണ്ടാക്കും. കൂദാശകൾ ബ്ലോക്കാക്കപ്പെടും. ഫലത്തിൽ നമ്മുടെ ആത്മാവ് നശിച്ചു. നമ്മുടെ ആത്മാക്കളുടെ നാശം കൊയ്തെടുക്കാൻ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്ന തിന്മ നമ്മുടെ കൂട്ടായ്മയിൽ, കുടുംബത്തിലും ആകെ ചെയ്യുന്നതെന്നറിയാമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, കലഹത്തിന്റെ അരൂപി വിതയ്ക്കും. ഒരു കമ്മ്യൂണിറ്റിയിൽ കലഹം വിതയ്ക്കും, ഒരു കുടുംബത്തിൽ കലഹം വിതയ്ക്കും. അങ്ങനെ വിതച്ചു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? പിന്നീട് ഒരിക്കൽ പോലും നമുക്ക് ദൈവരാജ്യത്തിന്റെ ഒരു ശുശ്രൂഷയും അവിടെ നടക്കില്ല. യാന്ത്രികമായി ഒരു പള്ളി നടന്നു പോകുമെന്നല്ലാതെ, യാന്ത്രികമായി ഒരു സ്ട്രക്ചർ, ഒരു ഓർഗനൈസേഷനിൽ നടന്നു പോകുമെന്നല്ലാതെ ഒരു നന്മയും വളർച്ചയും അവിടെ ഉണ്ടാവില്ല. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞു ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിലെ സമാധാന വിത്ത് നശിപ്പിക്കുന്ന കലഹത്തിന്റെ അരൂപിയെ തിരിച്ചറിയണം. ദൈവരാജ്യത്തിന്റെ ശക്തി നിർവീര്യമാക്കുന്നത് ഒരു പള്ളിയിൽ പണ്ട് എന്ത് കൃപയായിരുന്നു. പണ്ട് ആ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ അച്ചട്ടായിരുന്നു. പണ്ട് ഒരു സ്ഥലത്ത്, ഒരു വീട്ടിൽ, പ്രിയപ്പെട്ടവരെ, എന്തു ഐക്യം, എന്തു സ്നേഹമായിരുന്നു. കലഹം വിതച്ചു. സഹോദരങ്ങൾ തമ്മിൽ ഒരു തുണ്ട് മണ്ണിന്റെ പേരിൽ, ഒരു ഇത്തിരി പണത്തിന്റെ പേരിൽ ഭിന്നതയുണ്ടാക്കി. പിന്നെ അവിടെ പ്രാർത്ഥനയില്ല, സ്നേഹമില്ല, കൂട്ടായ്മയില്ല. രോഗാതുരമായ കുടുംബമായി മാറും. ഉത്കണ്ഠയുടെയും ഭയത്തിന്റെയും ഒരു സ്ഥലമായി മാറും. പിന്നെ എങ്ങനെയും വീട് വിട്ട് പോയാൽ മതി എന്നാവും. ഭിന്നതകളുണ്ടാകും. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ ശ്രദ്ധിക്കണേ. ഇനി പഴയ നിയമത്തിൽ ഈ വഴക്ക്, കലഹം മനുഷ്യരും തമ്മിലായിരുന്നു. ശ്രദ്ധിക്കണേ. പഴയ നിയമത്തിൽ യഹൂദജനം ജാതികൾക്കെതിരെയായിരുന്നു യുദ്ധം. അവരുടെ എപ്പോഴും വഴക്ക് വിജാതിയർക്കെതിരെയായിരുന്നു. യഹൂദര് അമ്മോന്യർക്കെതിരെ, ഫിലിസ്ത്യർക്കെതിരെ, മൊവാബിയർക്കെതിരെ, ജബൂസ്യർക്കെതിരെ ഒക്കെ യുദ്ധമാണ്. കലഹം എപ്പോഴും പുറത്തായിരുന്നു. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞ, മക്കളെ, കലഹം നമ്മളുടെ ഉള്ളിലാണ്. പുതിയ നിയമത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തെന്നറിയാമോ? മനുഷ്യനോടല്ല നമ്മുടെ യുദ്ധം. പൗലോസ്ലീഹ വ്യക്തമാക്കി, നമ്മുടെ യുദ്ധം മാംസരക്തങ്ങളോടല്ല. മാംസവും രക്തവും ചേരുന്നതാണ് മനുഷ്യൻ. നമ്മുടെ യുദ്ധം മനുഷ്യരോടല്ല. നമ്മൾ ഇത് തിരിച്ചറിവുണ്ടാകണം. ഇപ്പോൾ സഭയിൽ നടക്കുന്ന ഈ കലഹങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ആധിപത്യങ്ങളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിലെ അധിപന്മാരോടുമുള്ള യുദ്ധമാണ്. ഈ തിരിച്ചറിവില്ലാത്തവരാണ് മനുഷ്യനോട് കലഹിച്ച് ഈ സഭയുടെ ശക്തി, ദൈവരാജ്യത്തിന്റെ ശക്തി മുഴുവനും ക്ഷയിപ്പിച്ചു കളയും. നാം പോരാടേണ്ടത് മനുഷ്യരോടല്ല, ഗ്രൂപ്പുകൾ തിരിയാനല്ല ദൈവം പറഞ്ഞത്, മറിച്ച് പിശാചിനെതിരെയാണ് നമ്മുടെ യുദ്ധം. കലഹം വേണ്ടത്. പക്ഷേ നമ്മുടെ യുദ്ധം മുഴുവനും മനുഷ്യനോടായി മാറുക. അതുമൂലം ദൈവരാജ്യത്തിന്റെ ശക്തി പ്രകടമാകാത്ത. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ മനസ്സ് കല്ലാകാൻ സാധ്യതയുണ്ടോ? നേരിട്ട് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. കലഹത്തിന്റെ വിത്ത് വിതച്ചാൽ സമാധാനം നഷ്ടപ്പെടും. പിശാച് സമാധാനം കെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ ദൈവരാജ്യം വളരില്ല. കർത്താവിന്റെ ലക്ഷ്യം നടക്കില്ല. ആത്മാക്കൾ നശിച്ചു പോകും. അതുകൊണ്ടാണ് ഈ കലഹം. ഇനി ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈശോ എന്ത് ചെയ്തെന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഒരു കലഹത്തിന് സാധ്യത ഉണ്ടായോ, വഴക്കിന് സാധ്യത ഉണ്ടെന്നറിഞ്ഞോ, ഒരു അടി അവിടെ നടക്കുമെന്നറിഞ്ഞോ, അന്നേരം യേശു ക്രിസ്തു എന്ത് ചെയ്തെന്നറിയാമോ? അവിടെ നിന്ന് വഴിമാറി. യേശു ക്രിസ്തു അവിടെ നിന്ന് സ്ഥലം വിടും, പിൻവാങ്ങും. കഴിവില്ലാഞ്ഞിട്ടല്ല, ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, പ്രപഞ്ചത്തെ മുഴുവൻ ഒറ്റ വാക്കിൽ സൃഷ്ടിച്ചവനാണ്. അവന് ഈ കലഹം ഒഴിവാക്കാൻ അറിവില്ലാഞ്ഞിട്ടല്ല, ഉപദേശം കൊടുക്കാൻ പറഞ്ഞാൽ അറിവില്ലാഞ്ഞിട്ടല്ല, അവന് അതിനെ മാനേജ് ചെയ്യാനുള്ള സ്കില്ലില്ലാഞ്ഞിട്ടല്ല. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ചെയ്ത മെത്തഡോളജി എന്താണെന്നറിയാവോ? വഴക്കിന്റെ ആശാന്മാരുണ്ടെന്നറിഞ്ഞാൽ അവിടെ സ്ഥലം വിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഈശോയെ നിങ്ങൾ നോക്കിയേ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പിശാചു ബാധിതൻ എന്ന് ആ കാലഘട്ടത്തിലെ ആളുകൾ, സമൂഹം കളിയാക്കി വിളിച്ചത് യേശുവിനെയാണ്. യേശുവിനെ പിശാചു ബാധി. ഏത് പിശാച യേശുവിനെ ബാധിച്ച് എന്നാ അവര് പറഞ്ഞേ? ബേൽസബൂൽ എന്ന് കേട്ടിട്ടുണ്ടോ? നിന്നെ ബേൽസബൂൽ ആവേശിച്ചവനാണെന്ന് ഈശോയെ വിളിച്ചു. ആലോചിക്കുക, നമ്മളെ നോക്കി ഒരാൾ വിളിക്കുക, ലഗ്യം പോന്നു എന്ന് വല്ലൊന്ന് പറഞ്ഞാൽ പിന്നെ ആ വർഷം ആളിനോട് മിണ്ടു, യുദ്ധമായി. എന്നെ പിശാചെന്ന് വിളിച്ചു. പിശാചെന്ന് പോയിട്ട് ഇരട്ടപ്പേര് വിളിച്ചാൽ മതി, പിന്നെ അതോടുകൂടി നമ്മുടെ മുഖം കറുത്തു. ഇവിടെ യേശു ക്രിസ്തുവിനെ അവർ വിളിച്ചതിടാ, നിനക്ക് സുബോധമില്ല, നിന്നെ പിശാച് ബാധിച്ചിരിക്കുന്നു, നീ സമറായക്കാരനാണെന്നും നിന്നിൽ പിശാചുണ്ടെന്നും ഞങ്ങൾ പറഞ്ഞാൽ അത് ശരിയല്ലയോ എന്ന് ചോദിക്കുന്നു ഫരീസയർ. യേശു ക്രിസ്തുവിനെ അവർ കളിയാക്കി, നീ ഗണികകളുടെ കൂടെ നടക്കുന്നവനല്ലേ എന്ന് പറഞ്ഞാൽ നാട്ടിലെ പേരെടുത്ത വേശ്യകളുടെ കൂടെ അല്ലേടാ നീ നടക്കുന്നേ. ഇങ്ങനൊക്കെ നമ്മുടെ സൽപ്പേരിനെ ഇടിച്ചു കളയുന്ന ആളുകളുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ അവനെ നമ്മൾ വെച്ചേക്കുമോ? അറിയാവുന്ന അഭ്യാസം എല്ലാം എടുത്ത് അവനെ എങ്ങനെയെങ്കിലും കാലപുരിക്ക് അയക്കണമെന്ന് നമ്മൾ നോക്കത്തുള്ളൂ. യേശു ക്രിസ്തുവിന് ഇതെല്ലാം പറഞ്ഞിട്ടും വ്യഭിചാരി, തീറ്റക്കാരൻ, കുടിയൻ, ഗണികളുടെ കൂടെ നടക്കുന്നവൻ,
അവന് സുബോധമില്ല, അവൻ പിശാച് ബാധിച്ചിട്ടുണ്ട്, ബെയൽസെബൂൽ ആവശ്യിച്ചിട്ടുണ്ട്. അവനെ പറയാനൊന്നുമില്ല. തച്ചന്റെ മകൻ. സ്നേഹമുള്ളവരെ, ദൈവപുത്രൻ കലഹിച്ചില്ല. മർക്കോസ് 3:22 വായിക്കാമോ? മർക്കോസ് 3:22. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു, അവനെ ബെയൽസെബൂൽ ആവേശിച്ചിരിക്കുന്നു. പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത്. നല്ല അത്ഭുതങ്ങൾ ചെയ്യുക. പക്ഷെ ജെറുസലേമിൽ നിന്ന് വന്നത് നിയമം എന്ന് പറഞ്ഞാൽ നിലയും വിലയുമുള്ള നാട്ടിൽ നിന്ന് ഗവേഷണം നടത്തുന്നവര്, റിസർച്ച് നടത്തുന്നവര്, സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നവര്, ഇവനെക്കുറിച്ച് പഠിക്കാൻ, അന്വേഷിക്കാൻ അറിഞ്ഞിട്ട് വന്നൊരു റിസർച്ചൊക്കെ നടത്തിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഇവനെ ഈ അത്ഭുത ഇടയിലൊക്കെ ചെയ്ത് പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ്. പിശാചുബാധയാണ്. ഭൂമിയിലെ ഏറ്റവും ആരോഗ്യമുള്ള, മനസ്സിന് ആരോഗ്യമുള്ള 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവർ പറഞ്ഞതാ, നിന്നെ പിശാച് ബാധിച്ചിട്ടുണ്ട്. ഈശോ എന്താ ചെയ്തേ? അടുത്ത വചനം. അവൻ അവരെ അടുത്ത് വിളിച്ചു, ഉപമകൾ വഴി അവരോട് പറഞ്ഞു, സാത്താൻ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക? കേസ് കൊടുക്കാൻ പോയില്ല, വഴക്ക് പറയാൻ പോയില്ല, ശപിക്കാൻ പോയില്ല, പ്രാകാൻ പോയില്ല. അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, നിങ്ങൾ ഈ പറയുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോ? ഒരു പിശാചിനെതിരെ നിൽക്കുമോ? ഞാൻ പിശാചുക്കളെ കൊണ്ടാണോ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്? അങ്ങനെയെങ്കിൽ അവൻ്റെ രാജ്യം നിലനിൽക്കുമോ? ഇത് മനസ്സിലാകാത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈശോ അവിടെ നിന്ന് പിൻവാങ്ങി. പിന്നീട് നാം കാണുന്നത് എന്താണെന്നറിയാമോ? ഈശോ പിന്നീട് നമ്മൾ വായിക്കുന്നത് പല സ്ഥലങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് ചെന്ന് അനേക പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്നു, രോഗശാന്തി നൽകുന്നു, ദൈവരാജ്യം പ്രസംഗിക്കുന്നു, ദൈവരാജ്യം അവിടെ വളർത്തുന്നു. വഴക്കിന് നിൽക്കാതെ കാര്യം പറയാനുള്ളത് പറഞ്ഞു, കേട്ടാലും കേട്ടില്ലേലും ഇതാണ് സത്യം, മാറി. പ്രിയപ്പെട്ടവരെ, അഭിപ്രായങ്ങൾ ഉണ്ടാകണമെന്ന്, അഭിപ്രായം പറയാതിരിക്കണമെന്നല്ല, പറയാനുള്ളത് സഭ്യമായി പറഞ്ഞ് നമ്മൾ പിൻവാങ്ങും. വഴക്കിന് നിൽക്കുന്നില്ല. വീണ്ടും അതുകൊണ്ടാണ് നമ്മൾ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ഈ പുതിയ നിയമ അധികാര പ്രമാണം എന്ന് പറയുന്നത്, പുതിയ നിയമത്തിന്റെ അധികാരം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? എഫെസ്യർ 6:12. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. നാം പടവെട്ടുന്നത്, നാം കലഹിക്കേണ്ടത്, നാം യുദ്ധം ചെയ്യേണ്ടത് ഈ തിന്മയുടെ ശക്തികൾക്കെതിരെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ മുച്ചൂടും നശിപ്പിക്കാൻ, ഒരു ഇടവകയുടെ കൃപകളെ മുഴുവൻ നശിപ്പിക്കാൻ, ഒരു സഭയുടെ നന്മകളെ മുഴുവൻ ആലോചിക്കേ. 2000 വർഷങ്ങൾ കൊണ്ട് വിശുദ്ധ ബലിയർപ്പിച്ച് കൃപ നേടിയെടുത്ത വലിയ വിശുദ്ധരൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് അൾത്താര വണക്കത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട് തുടങ്ങുമ്പോ 4ഓളം വിശുദ്ധരെ സഭ ഉയർത്തി. കേരള സഭയിൽ നിന്ന് തന്നെ ഉയർത്തി. സ്വർഗത്തിന്റെ നിക്ഷേപങ്ങൾ മുഴുവൻ ഒരു ദേശത്തിന് വേണ്ടി വാങ്ങിച്ചു തരാൻ വേണ്ടി ദൈവം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പിശാച് ഒരുമ്പെട്ട് ഈ സഭയെ കലഹിപ്പിക്കുക. ദൈവരാജ്യത്തിന്റെ കൃപകളെ മുഴുവൻ നിർവീര്യമാക്കുക. ഇതാണ് അവന്റെ ലക്ഷ്യം. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഇടവകയെ മുച്ചൂടും നശിപ്പിക്കാൻ പിശാച് ഒരുക്കുന്ന കെണിയാണെന്ന് തിരിച്ചറിഞ്ഞ് നാം യുദ്ധം ചെയ്യേണ്ടത് അവനെതിരെയാണ്, പിശാചിനെതിരെയാണ്. അതുകൊണ്ടാണ് ഈശോ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നത്, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരാരെന്ന് വിളിക്കപ്പെടും? സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ മക്കള്. സമാധാനം സ്ഥാപിക്കാത്തവരോ? ഇനി എന്തെല്ലാം കാരണത്താലും, ഏതെല്ലാം കാരണത്താലും സമാധാനം സ്ഥാപിക്കാത്തവരാണോ? അവർ പിശാചിന്റെ മക്കളാ. അത്രേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. അത് വളരെ പ്രധാനപ്പെട്ടതായ യേശുക്രിസ്തുവിന്റെ കന്നിപ്രസംഗമാണ്. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രസംഗം. ഈശോ താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്ന് ആദ്യമേ പ്രസംഗിച്ചപ്പോൾ ആ സിനഗോഗിലുള്ളവരെല്ലാം
എഴുന്നേറ്റ് കലിപൂണ്ട് അവനെതിരെ കലഹത്തിന് നിന്നൊരു സംഭവമാണ്. നിങ്ങൾ സൂക്ഷിച്ച് വായിച്ചു. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ചു പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സു കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്നവർ ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു: വൈദ്യ, നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനഹൂമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമമുണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സരപ്തായിലെ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ മറ്റാരുടെ അടുക്കിലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല. ഏലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയാക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് ഈശോ തന്റെ ആദ്യത്തെ പ്രസംഗം തന്റെ ദേവാലയത്തിൽ നടത്തുമ്പോൾ ഒരു അടി നടന്നു. അടിക്കുള്ള സാധ്യത നടന്നു. കാരണം എന്താണെന്നറിയാമോ? ഈശോ വന്നപ്പോൾ ഈശോയ്ക്ക് ശുശ്രൂഷകൻ ഒരു പുസ്തകം കൊടുത്തു. പഴയ നിയമത്തിൽ യേശയ്യായുടെ പുസ്തകം 61 അധ്യായം 1-2 വാക്യങ്ങളാണ് അവൻ വായിച്ചത്. യേശയ്യായുടെ പുസ്തകം 61 അധ്യായം 1-2 വാക്യങ്ങൾ ഓരോ യഹൂദനും മനഃപ്പാഠമാക്കുന്ന ദൈവവചനമാണ്. ഓരോ യഹൂദനും എന്താണെന്നറിയാമോ? കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അതായത് അവരുടെ മിശിഹ വരുമ്പോൾ, അവരുടെ അഭിഷിക്തൻ വരുമ്പോൾ, അവർ കാത്തിരിക്കുന്ന രക്ഷകൻ ഞങ്ങളെ മോചിപ്പിക്കാൻ വരുമ്പോൾ 4 കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യും. ഇതെല്ലാം സൺഡേ സ്കൂളിലും അവർ പഠിപ്പിക്കും. അവരുടെ മതബോധനത്തിൽ എല്ലാ 12 വയസ്സുള്ള കുഞ്ഞുങ്ങളും പഠിച്ചിരിക്കേണ്ട ഒരു ദൈവവാക്യമാണ് യേശയ്യാ 61-ന്റെ 1-2 വാക്യം. മിശിഹ വരുമ്പോൾ ചെയ്യുന്ന 4 കാര്യങ്ങൾ. 1, അവർ ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കും. എന്ന് പറഞ്ഞാൽ സ്പിരിച്വലി വളരെ തകർന്നു പോയവരെ, ആത്മീയമായി തകർന്നു പോയവരെ അവൻ ആശ്വസിപ്പിക്കും, ധൈര്യം കൊടുക്കും. 2, തടവുകാർക്ക് മോചനം കൊടുക്കും. എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ അടിമത്തങ്ങളിൽ കഴിയുന്നവരെ അവൻ മോചിപ്പിക്കും. 3, ബന്ധിതർക്ക് സ്വാതന്ത്ര്യം നൽകും. എന്ന് പറഞ്ഞാൽ അവന്റെ ശാരീരികമായ ബന്ധനങ്ങളാണ്, അടിമത്തങ്ങളിൽ കഴിയുന്നവരാണ്, രാഷ്ട്രീയ തടവുകാരായി കൊണ്ടുപോയവരുണ്ട്, അവരെയൊക്കെ മോചിപ്പിക്കും. ബന്ധിതർക്ക് മോചനം. 4, ഈ ശത്രുക്കളോട് മിശിഹ പ്രതികാരം ചെയ്യും, വിജാതിയർക്കെതിരെ യുദ്ധം ചെയ്യും. യഹൂദ ജനതയെ മുഴുവനും തടുത്തുകൂട്ടി അവരുടെ നടുവിൽ നിന്ന് ഈ യെരൂശലേമിനെ മോചിപ്പിച്ച് ഈ റോമക്കാരിൽ നിന്ന്, ഈ വിജാതിയരിൽ നിന്ന് ഈ ദൈവജനത്തെ മോചിപ്പിക്കും. അവരോട് പ്രതികാരം ചെയ്യും, അവരെ കത്തിച്ചു കളയും. സ്നേഹമുള്ളവരെ, ശ്രദ്ധിക്കണേ. ദൈവപുത്രന്റെ കയ്യിൽ പഴയ നിയമം കൊടുത്തപ്പോ യേശു എന്താ ചെയ്തെന്നറിയാമോ? ആദ്യത്തെ 3 കാര്യമേ വായിച്ചുള്ളൂ. ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്ന, കലഹിക്കുന്ന ഒരു ഭാഗം വന്നപ്പോ ഈശോ വായിച്ചില്ല.
പള്ളിയിലിരുന്നവരെല്ലാം അവനെ ഉറ്റുനോക്കാൻ തുടങ്ങി. നീ എന്താടാ 4-ാമത്തെ കാര്യം വായിക്കാഞ്ഞേ? മിശിഹ വരുമ്പോൾ 4 കാര്യങ്ങൾ ചെയ്യും. എല്ലാവരും കാണാപ്പടം പഠിച്ചു വെച്ചിരിക്കുന്നതാ. നീ ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞു, തടവുകാർക്ക് മോചനം കൊടുക്കുമെന്ന് പറഞ്ഞു, ബന്ധിതർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നീ ശത്രുക്കളോട്, വിജാതീയരോട് പ്രതികാരം ചെയ്യുന്ന കാര്യം എന്താ വായിക്കാഞ്ഞേ? ഉടനെ യേശു ക്രിസ്തു അവരോട് 2 ഉപമ പറയും, 2 സംഭവങ്ങൾ പറയുന്നതാണ് നമ്മൾ വായിച്ചത്. അതെ, നിങ്ങളുടെ കാലം നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഏലിയ പ്രവാചകൻ എന്ന് പറഞ്ഞ ശക്തനായൊരു പ്രവാചകൻ നിങ്ങൾക്ക് പ്രവചനം നടത്തിയിരുന്നൊരു കാലം. അന്ന് ഈ ഏലിയ നിങ്ങളുടെ ഈ യഹൂദരുടെ ഇടയിലേക്ക് മാത്രമല്ലല്ലോ അയക്കപ്പെട്ടത്. ഈ യഹൂദരുടെ ഇടയിൽ അനേക വിധവകൾ ഉണ്ടായിരുന്ന, ക്ഷാമം കൊണ്ട് ഈ യഹൂദ നാട് മുഴുവൻ നശിച്ചിരുന്ന ഒരു കാലത്ത്, 3 വർഷം ആകാശം അടയ്ക്കപ്പെട്ട ഒരു കാലത്ത് ഈ ഏലിയ അയക്കപ്പെട്ടത് സീദോനിൽ സെറപ്തായിലെ ഒരു വിധവയുടെ അടുത്തേക്കല്ലേ? സീദോൻ എന്ന് പറഞ്ഞ വിജാതീയ നാടാ. വിജാതീയ നാട്ടിൽ ഒരു വിധവയുടെ അടുത്തേക്കല്ലേ ഏലിയ അയക്കപ്പെട്ടത്? അവളെ പോറ്റുവാൻ. നമുക്കറിയാം, ഭരണിയിൽ നിന്ന് മാവും എണ്ണയും ഒക്കെ കിട്ടി അവൾ ആ കുടുംബം പോറ്റിയത് കാര്യമൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രവാചകനെ ദൈവം വിജാതീയരുടെ അടുത്തേക്ക് അയച്ചത്? വിജാതീയരെ രക്ഷിക്കാനല്ലേ? ദൈവത്തിന്റെ ആഗ്രഹം വിജാതീയരെ രക്ഷിക്കാനാണ്. ഞാൻ ആ വിജാതീയരോട് പ്രതികാരം ചെയ്യണോ? യേശു ചോദിച്ചു. വീണ്ടും അടുത്ത ഉപമ, നിങ്ങളുടെ മറ്റൊരു പ്രവാചകനാണ് എലീഷ. ഇത് ഏലിയ. എലീഷ എന്നൊരു പ്രവാചകന്റെ കാലത്ത് കുഷ്ഠരോഗികൾ അനേകര് ഇസ്രായേലിൽ ഉണ്ടായിരുന്നിട്ടും സിറിയക്കാരനായ വിജാതീയനായ ഒരു നാമാനല്ലേ എലീഷയുടെ കാലത്ത് സുഖപ്പെട്ടത്? എലീഷ നാമാനെ സുഖപ്പെടുത്തി, വിജാതീയനെ സുഖപ്പെടുത്തിയപ്പോ ഇപ്പൊ ഞാൻ ആ വിജാതിയർക്കെതിരെ യുദ്ധം ചെയ്യണമെന്നോ? മിശിഹായുടെ ലക്ഷ്യം വിജാതീയരുടെ കലഹത്തിന് നിൽക്കുക അല്ല. ഇത് പറഞ്ഞപ്പോ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി എഴുന്നേറ്റ് അവനെ പിടിച്ച് കെട്ടി അവരുടെ സിനഗോഗ് നിന്നിരുന്നടുത്തൊരു വലിയ മലയുണ്ട്. ആ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ഉരുട്ടി തള്ളി കിഴക്കാൻ തൂക്കായ മലയിലെ താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ തീരുമാനിച്ചു. കൊല്ലാൻ. എന്താ കാര്യം? പ്രിയപ്പെട്ടവരെ, ഈ സ്വജനപക്ഷപാതമില്ലാത്ത മിശിഹായെ, ഈ കമ്മ്യൂണിറ്റി ബോധമില്ലാത്ത മിശിഹായെ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ സമൂഹത്തെ വളർത്താൻ ഞങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാത്ത, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിലപാടെടുക്കാത്ത ഒരു മിശിഹായെ, ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ട. കൊല്ലം കൊണ്ടുപോയി. ഈശോ തന്റെ സമയം പൂർത്തിയാകാത്തത് കൊണ്ട് അവരുടെ ഇടയിലൂടെ രക്ഷപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ നിലപാട് വിജാതീയരോട് കലഹിക്കുന്ന നിലപാടല്ല. കലഹങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ഏത് സാഹചര്യമാണെങ്കിലും ഈശോ അവിടെ നിന്ന് മാറും. ഈശോ കലഹത്തെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്തില്ല. കാരണം അടുത്ത വചനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ പിന്നീട് ഒരു ഗ്രാമത്തിലെത്തി അവിടെ അനേക പിശാചുകളെ ബഹിഷ്കരിച്ചു, രോഗശാന്തി നൽകി, ദൈവവചനം പ്രഘോഷിച്ചു, ദൈവസഭ പണിതു. കാരണം കലഹിക്കാൻ നിന്നിരുന്നെങ്കിൽ ഈ ശുശ്രൂഷ നടക്കുകയല്ല. ഇത് ദൈവമക്കൾ അറിഞ്ഞിരിക്കണം. ഇന്ന് സഭയെ പിന്നോട്ടടിക്കുന്ന ഈ പിശാചിന്റെ തന്ത്രം എന്താണെന്നറിയാമോ? സഭ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകളിൽ വളരാൻ ശ്രമിക്കുകയായിരുന്നു. കലഹങ്ങൾ ഉണ്ടാക്കും. പിന്നീട് ഒരിക്കലും ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾ വളരില്ല. ഇതറിയാമെന്ന് ഈശോ അവിടെ നിന്ന് മാറി. ദൈവാത്മാവ് കൂടെ ചെന്ന് അത്ഭുതങ്ങളും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കാൻ തുടങ്ങി. കലഹത്തിൽ നിന്ന് ഒഴിവാക്കുന്നിടത്തൊക്കെ കൃപ വളരും. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തില് 4, 5, 6 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് യൂദാസിനെ കുറിച്ച്. നിങ്ങൾക്കറിയാം, യൂദാസ് കറിയോത്തായിരുന്നു ഈ ടീമിന്റെ ഫിനാൻസ് മാനേജർ. പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു. യോഹന്നാൻ പറയുന്നത് എന്താണെന്നറിയാം? പ്രിയപ്പെട്ടവരെ, ഒരു ഗ്രൂപ്പിൽ 12 പേരടങ്ങുന്ന ഒരു സംഘം, യേശുവും 12 ശിഷ്യന്മാർ, 13 പേര്. ഈ സംഘത്തിൽ ഫിനാൻസ്, ഫുഡ് വാങ്ങിക്കാൻ, വീടെടുക്കാൻ, സുവിശേഷം കൊടുക്കും, എന്തെങ്കിലുമൊക്കെ ദരിദ്രരെ സഹായിക്കാൻ ഒക്കെ ഒരു പണസഞ്ചി അവരുടെ കയ്യിലുണ്ടായിരുന്നു. യോഹന്നാൻ വ്യക്തമായിട്ട് എഴുതുകയാണ്, ഈ പണസഞ്ചി സൂക്ഷിച്ചതാരാണ്? സഹായിക്കൂ. യൂദാസ് കറിയോത്ത. ഈ യൂദാസ് കറിയോത്ത ഇതിൽ നിന്ന് വീഴുന്നത് ഇരുചെവി അറിയാതെ കീശയിലിട്ടിരുന്നു. ഇതാർക്കറിയാമായിരുന്നു? ഈശോയ്ക്ക് അറിയായിരുന്നു. പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു. 3 വർഷവും അവന്റെ കയ്യിലായിരുന്നു.
അതിൽ നിന്ന് വീഴുന്നത് അവൻ നന്നായിട്ട് അടിച്ചു മാറ്റുമായിരുന്നു. പക്ഷെ ഈശോ സുവിശേഷത്തിൽ ഒരിക്കൽ പോലെങ്കിലും മോഷണത്തെക്കുറിച്ചൊരു പ്രസംഗം പറയുന്നതായിട്ട് നിങ്ങൾ വായിക്കുന്നുണ്ടോ? കാരണം എന്താണെന്നറിയാമോ? വെറുതെ പറഞ്ഞ് കലഹിച്ചിട്ട് കാര്യമില്ല. ഇവൻ ബോധ്യപ്പെടുന്നിടത്ത് ബോധ്യപ്പെടട്ടെ, അവസാനം ഒരുവനെ കൊണ്ടു നടന്നിട്ട് ഇവൻ തിരുത്തുന്നെങ്കിൽ തിരുത്തട്ടെ. യേശു സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ പോലും യൂദാസിനെ 10 പ്രമാണങ്ങളിൽ ഒന്നല്ലട മോഷ്ടിക്കരുത്, നീ എന്താ ചെയ്യുന്നത് ചോദിച്ചിട്ടില്ല, തിരുത്തിയിട്ടില്ല. കാരണം ഈ കൂട്ടായ്മയിൽ ഒരു ഭിന്നത, തർക്കം, കലഹം വരരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. വഴിയിൽ വെച്ചവർ തർക്കിച്ചപ്പോൾ ഈശോ ഇടപെട്ടിട്ട് അവരെ തിരുത്തിയിട്ട് പറയാണ്, വിജാതീയരുടെ ഇടയിലാണ് തർക്കങ്ങളും കലഹങ്ങളും, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. ആരെങ്കിലും കേമനാണെന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ താഴെ നിന്നിട്ട് പറയണം, പ്രയോജനമില്ലാത്ത ദാസനാണ്. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഈശോ പഠിപ്പിച്ചത്. ഈശോ പഠിപ്പിച്ച പാഠം എളിമയുടെ, വിട്ടുകൊടുക്കൽ, ക്ഷമിക്കുന്നതിൻ്റെ. ഒരു പക്ഷെന്നുണ്ടെങ്കിൽ അല്ല എന്ന് പറഞ്ഞ് കുറച്ചു നാൾക്ക് നമുക്ക് ജീവിക്കാൻ പറ്റിയേക്കും. പക്ഷെ ആത്യന്തികമായ ഈ പുസ്തകം തെറ്റത്തില്ല. ഇത് അവന്റെ ചോര കൊടുത്തവൻ എഴുതിയ പുസ്തകമാണ്. അതുകൊണ്ട് ഇത് മാറില്ല, ഇത് ചതിക്കില്ല, ഇതിന് മാറ്റമുണ്ടാവില്ല. കലഹത്തിന്റെ അരൂപി എവിടെ തുടങ്ങുന്നോ അവിടെ ഒരു കുടുംബം, ഒരു ഇടവക നശിക്കും. ഹല്ലേലൂയ. വീണ്ടും ഒരു കാര്യം കൂടെ കണ്ടുകൊണ്ട് നിർത്തുകയാണ്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 51 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ലൂക്ക 9-ാം അധ്യായം 51 മുതൽ 56 വരെ. ഞാനിത് പറയുമ്പോൾ നമ്മളിത് മീഡിയയിലൂടെ അനേകരിലേക്കൊക്കെ എത്തുവാൻ ഇത് കാരണമാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ ദേശത്ത്, നമ്മുടെ സഭയിൽ, സമൂഹത്തിലും ഈ അന്തരീക്ഷ ശക്തി കലഹത്തിൻ്റെ പ്രവർത്തിച്ച് വലിയ വിപത്തുകൾ ഉണ്ടാക്കുവാൻ, സമാധാനത്തിൻ്റെ നന്മകളെ തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിവുള്ളവരാകണം, കൃപകൾ നഷ്ടപ്പെടാതിരിക്കാൻ കാരണമാകണം. അതുകൊണ്ടാണ് ഇത് ലൂക്കായുടെ സുവിശേഷം 9:51 മുതൽ വായിക്കുക. തന്റെ ആരോഹണത്തിന്റെ ദിനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു. അവൻ തനിക്ക് മുൻപേ ഏതാനും ദൂതന്മാരെ അയച്ചു. അവന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ അവർ സമരിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടോ. അവൻ തിരിഞ്ഞവരെ ശാസിച്ചു. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് യേശു ശിഷ്യന്മാരും ജെറുസലേമിലേക്ക് പോവുകയാണ്. ഇപ്പൊ ഗലീലയിൽ നിന്ന് സമരിയ വഴിയാണ് ജെറുസലേമിലേക്ക് പോകുന്നത്. അപ്പൊ പോകുന്ന വഴിയിൽ തനിക്ക് മുമ്പേ ഈശോ ഈ 2 പേരെ അയക്കും. അവരവിടെ ചെന്നിട്ട് ഈശോ ചെല്ലുന്നതിന് മുൻപ് അവിടുത്തെ ആൾക്കാരുടെ അടുത്തൊക്കെ അനൗൺസ്മെന്റ് നടത്തും, വിളംബരം നടത്തും. ദാ യേശു ക്രിസ്തു വരുന്നു, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഉടയവൻ വരുന്നു, മിശിഹ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആളുകളെല്ലാം ഓടിക്കൂടും. അപ്പൊ യേശു അവിടെ വരും, പ്രസംഗിക്കും. അന്ന് അവിടെ എവിടെയെങ്കിലും താമസിക്കാനുള്ള സൗകര്യം ഒരുക്കും, ഭക്ഷണമൊക്കെ ക്രമീകരിക്കും. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇങ്ങനെയായിരുന്നു യേശു ക്രിസ്തുവിന്റെ സുവിശേഷ പ്രഘോഷണം. അപ്പൊ ഈശോ ഈ ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്ക് പോകുമ്പോൾ 2 പേരെ മുന്നമേ അയച്ചു, യാക്കോബും യോഹന്നാനും. അവർ ഈ സമരിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. നമുക്കറിയാം, ബൈബിളിൽ സമരിയാക്കാരും യഹൂദരും തമ്മിൽ കീരിയും പാമ്പും കണക്കെയാണ്. ഭയങ്കര കലഹമാണ്, ഭയങ്കര വഴക്കാണ്. അപ്പോൾ ഈ യഹൂദര് 13 പേരും ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടിട്ട് ഈ 2 പേരോട്, മുന്നമേ നടന്ന 2 പേരോട് അവർ ചോദിച്ചു, എവിടെ പോകുന്നു? അവർ പറഞ്ഞു, ഞങ്ങളുടെ ഗുരു ഇതാ വരുന്നുണ്ട്, ഞങ്ങൾ ജെറുസലേമിലേക്ക് പോവുക. സമരിയാക്കാർ ബ്ലോക്ക് ചെയ്തു. അതെ, ജെറുസലേമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വേറെ നാട്ടിൽ കൂടെ പോകണം. കാരണം സമരിയാക്കാർ വിശ്വസിച്ചിരുന്നത് യഥാർത്ഥ ദൈവത്തിന്റെ ആരാധന ഗെരിസീം മലയില, ഞങ്ങളുടെ മലയില. യഹൂദരുടെ ഫേക്കാണ്. അവിടുത്തെ ഈ ജെറുസലേം ദേവാലയം എന്നൊക്കെ പറയുന്നത് അത് ഉടായിപ്പാണ്, ഞങ്ങളുടേതാണ് യഥാർത്ഥം. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകണമെങ്കിൽ നിങ്ങൾ അതുവഴി പോകണം, ഞങ്ങളുടെ നാട്ടിൽ കൂടെ വിടത്തില്ലെന്ന് പറഞ്ഞു. ഇതാണ് കുടുംബത്തിൽ പറഞ്ഞത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു നിലയും വിലയുണ്ട്, ഞങ്ങളുടെ ചില ചിന്തകളുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ കൂടെ പോകേണ്ട ആവശ്യമില്ല, ഞങ്ങൾ പറയുന്നതാണ് ശരി, നിങ്ങൾ വേണമെങ്കിൽ മറ്റേ റൂട്ടിൽ കൂടെ പോകും. ഉടനെ യാക്കോബും യോഹന്നാനും എന്ത് ചെയ്തെന്നറിയാമോ? തിരിച്ചുപോയി. തിരിച്ചുപോയപ്പോൾ പുറകെ വരുന്ന ഈശോയും ശിഷ്യന്മാരെ കണ്ടു. ഈശോയുടെ എന്ന് പറഞ്ഞു, കർത്താവേ, പന്നന്മാര് നമ്മളെ അങ്ങോട്ട് വിടുന്നില്ലെന്ന് പറഞ്ഞു. അവന്മാര് ഞങ്ങളെ ബ്ലോക്ക് ചെയ്തു, ഇത്രയും അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തവനാണെന്നൊക്കെ പറഞ്ഞിട്ടും നിന്നെ ബ്ലോക്ക് ചെയ്തു, നിന്നെ അങ്ങോട്ട് വേണ്ടെന്ന് അവർ പറയുന്നേ. ഉടനെ ഈശോ അവരെ നോക്കി ഒന്ന് ചിരിച്ചു.
പ്രിയപ്പെട്ടവരെ, ഉടനെ യാക്കോബ് യോഹന്നാനും അങ്ങോട്ട് തിളച്ചു കയറി കാലെ കൂടെ പെരുവരലേക്കൂടെ അങ്ങോട്ട് ദേഷ്യം കൊണ്ട് വന്നിട്ട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. കർത്താവേ, പണ്ട് ഏലിയ ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോ തീ ഇറക്കി ബാലിന്റെ 450 പുരോഹിതന്മാരെ ഒക്കെ നശിപ്പിച്ച സംഭവം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ, നിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച തീ ഇറങ്ങും, ഈ നാട് മുഴുവൻ കത്തിക്കും. ഇപ്പൊ കാലിഫോർണിയ ഒക്കെ കത്തുന്നതാണ്, കത്തിക്കട്ടെ എന്ന് ചോദിച്ചു. ഉടനെ ഈശോ അവരോട് പറഞ്ഞെന്താ, അടിക്കുറിപ്പാട്ട് എഴുതി, വാട്ട് കൈൻഡ് ഓഫ് സ്പിരിറ്റ് ഇസ് ലീഡിങ് മാൻ. ബൈബിളിന്റെ അടിക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്, ഏത് തരം ആത്മാവാണ് നിന്നെ നയിക്കുന്നത്. ഈശോയ്ക്ക് വ്യക്തമായി മനസ്സിലായി, വഴക്കിന്റെ അരൂപി അവന്റെ മേൽ, കലഹത്തിന്റെ അരൂപി അവന്റെ ഹൃദയത്തിൽ. ഈശോ അത് കണ്ടിട്ട് അവന്റെ ചെവിക്ക് പിടിച്ചു കാണും. പിടിച്ചിട്ട് രണ്ടുപേരും കൂടെ വേറൊരു നാട്ടിൽ കൂടെ കൊണ്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ നാടിന്റെ പേരാണ് സിക്കാർ. അവിടെയാണ് സമരിയാക്കാരിയെ യേശു മാനസാന്തരപ്പെടുത്തിയത്. അവൾ പോയി ആ ഗ്രാമത്തിലുള്ള അനേക ആളുകളെ ഈശോയിലേക്ക് കോരിക്കൊണ്ടുവരുവാൻ, ജീവജലത്തിന്റെ ഉറവയിലേക്ക് കോരിക്കൊണ്ടുവരുവാൻ കാരണമായത് എന്താണെന്ന് അറിയാമോ? ഇവിടെ വഴക്കിന് നിൽക്കാത്തതുകൊണ്ട്. വേണമെങ്കിൽ ഈശോയ്ക്ക് പറയായിരുന്നു, അമ്മരങ്ങനെ പറഞ്ഞോ, ഇങ്ങോട്ട് വിളിച്ചേ, ഒരു മീറ്റിംഗ് നടത്തട്ടെ, മക്കളെ ഇരിക്കട, ഞാൻ പറഞ്ഞു തരാം ഞാൻ ആരാണ്. മീറ്റിംഗ് നടത്താൻ പോയില്ല, വേദമോതാൻ പോയില്ല, വഴക്കിന് വരുന്നവനോട് ഉപദേശം കൊടുക്കാൻ പോയില്ല. യേശു മറുവഴിയെ പോയി. വലിയൊരു സമീപനമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. വഴക്കിന് നിൽക്കുന്നവരോട് മീറ്റിംഗ് നടത്തിയിട്ടൊന്നും സംവാദത്തിന് നിന്നിട്ടൊന്നും ബൈബിളിൽ പാഠം പറഞ്ഞു തന്നിട്ടില്ല. വഴി മാറി നടക്കുന്നേ. കാരണം എന്താണെന്നറിയാമോ? നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവരാജ്യ ശുശ്രൂഷ, അവിടെ ഫലമണിയാൻ ദൈവം അവിടെ വരുത്തും. അനേകരെ നിനക്ക് നേടിയെടുക്കാനുള്ള കൃപയുടെ സങ്കേതങ്ങൾ ദൈവം അവിടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിന്റെ എനർജി മുഴുവൻ ഡ്രെയിൻഡ് ഔട്ട് ആകരുത്. നിന്റെ എനർജി, ഊർജം മുഴുവൻ ചോർന്നു പോകാൻ ഇടവരരുത്. അതുകൊണ്ടാണ് 2 തിമോഥെയോസ് 2:24 പറയും, കർത്താവിന്റെ ദാസൻ കലഹപ്രിയനാകരുത്. നമ്മളായിരിക്കുമെന്ന് ശരി, പക്ഷേ സുഭാഷിതങ്ങൾ 16:23 പറയും, ശരിയെന്ന് തോന്നുന്ന വഴികൾ നമ്മെ മരണത്തിലേക്ക് നയിക്കുന്നതാവും. ശരിയെന്ന് തോന്നുന്ന വഴികൾ നമ്മെ മരണത്തിലേക്ക് നയിക്കുന്നതാവും. നമ്മളായിരിക്കും ശരി, പക്ഷേ കലഹങ്ങൾ നമ്മളുടെ മുഴുവൻ കൃപകളും നഷ്ടപ്പെടും. വഴി മാറുന്നതാണ്. നമ്മൾ നാണം കെടും. ആളുകളുടെ മുൻപിൽ നമ്മൾ തോറ്റു കൊടുക്കേണ്ടി വരും. ആളുകൾ നമ്മളെ കളിയാക്കിയേക്കും, പുച്ഛിച്ചേക്കും, പരിഹസിച്ചേക്കും ഒരു ദിവസത്തേക്ക്. പക്ഷെ നിന്നെ ദൈവം ഉയർത്തും. ഇതാണ് ബൈബിളിന്റെ പാഠം. അതുകൊണ്ടാണ് റോമർ 12:18 പറയും, സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. ഇല്ലയോ? വഴി മാറി നടന്നുകൊള്ളുക. സാധിക്കുന്നവരോടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുക. ഇല്ലയോ? വഴി മാറി നടക്കുക. ഇതാണ് സുവിശേഷം. ഈ സുവിശേഷത്തിലേക്ക് മടങ്ങണം. മടങ്ങാത്തിടത്തോളം കാലം സഭയുടെ ജീർണതകൾ അസ്തമിക്കില്ല. സുവിശേഷത്തിലേക്ക് മടങ്ങാത്തിടത്തോളം കാലം നമ്മൾ ജീർണതകളിൽ നിന്ന് മോചിക്കപ്പെടില്ല. അതാണ് സത്യം. അതുകൊണ്ട് നമുക്ക് സമാധാനത്തിന് വേണ്ടി വർദ്ധിക്കുവാനും വിശുദ്ധിക്ക് വേണ്ടി അധ്വാനിക്കാനും സാധിക്കട്ടെ. എന്നൊക്കെ ആരാധന പൂർത്തിയാക്കാം.